ഹലോ എവറി വൺ, ജസ്റ്റിൻ ലോയ്സ് ആണ്. നമ്മുടെ ഡബ്ലിൻ മല്ലോ വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുഹൃദയ ജപമാലയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് പേരുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, തിരുഹൃദയ ജപമാല ഉണ്ട് എന്നറിയാം, പക്ഷെ അതെങ്ങനെയാണ് ചെല്ലണേ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് കുറച്ച് പേര് നമ്മളോട് യൂട്യൂബിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. സോ അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ചെറിയ ക്ലാസ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു സെഷൻ പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾക്ക് തരിക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, കൃപാസനം ബേസ് ചെയ്തുകൊണ്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. കൃപാസനം ഒരു അനുഭവം എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും നിങ്ങൾക്ക് ഓപ്പൺ ആണ്. സോ ആർക്കെങ്കിലും അതിലേക്ക് അംഗങ്ങളാവാൻ താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 170 മെമ്പേഴ്സോ 117 മെമ്പേഴ്സോളം നമുക്കിപ്പോൾ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. സോ ഒരുപാട് പ്രാർത്ഥനാ അനുഭവങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ എത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഒരു ഷെയർ ചെയ്യുക എന്നുള്ള മാത്രം ഓപ്ഷനുള്ള ഒരു ഗ്രൂപ്പല്ല. ഒത്തിരി പ്രാർത്ഥനകൾ നടന്നു പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് പേർക്ക് അനുഭവങ്ങളും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 8921958862 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി, നമ്മളതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈശോയുടെ തിരുഹൃദയ ജപമാലയെ കുറിച്ചാണ്. തിരുഹൃദയ ജപമാല നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ സാധാരണ നമ്മൾ തിരുഹൃദയ ജപമാല ചൊല്ലി അർപ്പിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് തിരുഹൃദയ ജപമാല. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മറ്റേ ജപമാല സാധാരണയുള്ള ജപമാല ചൊല്ലുമ്പോൾ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എങ്കിൽ കൂടി ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. അതിനൊരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അനന്ത നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവ്, നിസ്സാരനും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസ്സീമ പ്രതാപനായിരിക്കുന്ന അങ്ങയുടെ തനത്തിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാകുന്നു എന്ന് തുടങ്ങുന്നത് നമ്മൾ സാധാരണ ആ ഒരു സാധാ കൊന്തയിലുള്ള അതേ പ്രാരംഭ പ്രാർത്ഥന തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഈശോയുടെ ദീപാത്മാവ് എന്നെ ശുദ്ധീകരിക്കണമേ, ഈ മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ, മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ, മിശിഹായുടെ തിരുപ്പിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥന വായിച്ച് പോകുന്നത് മുന്നോട്ട്. അതുപോലെ ഓരോ രഹസ്യവും നമ്മൾക്കുണ്ട്. 10 രഹസ്യമാണ് നമ്മൾക്കതിനകത്ത് ചൊല്ലാനുള്ളത്. 5 രഹസ്യമാണ് നമുക്ക് ചൊല്ലാനുള്ളത്. അതിലൊന്നാം രഹസ്യം, മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലും എന്നാൽ മനുഷ്യൻ എന്നെ എത്ര തുച്ഛമായി മാത്രം സ്നേഹിക്കുന്നെന്ന് വിശുദ്ധ മർഗരീത്ത മറിയത്തോട് അരുളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ധ്യാനം ആണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ചെറിയ മണിക്ക് നമ്മൾ ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ എന്ന് 10 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു. അതുപോലെ തന്നെ മറിയത്തിൻ്റെ മാതൃമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ എന്നാണ് നമ്മൾ അവസാനമായി ചൊല്ലി കഴിയുമ്പോൾ ചൊല്ലുന്നത്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കണമേ. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇത് സാധാരണ നമ്മൾ ചെല്ലാറുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണ ഇത് അർപ്പിക്കാറുള്ളത്, പ്രത്യേകം ഓർക്കുക. രണ്ടാം രഹസ്യം പോകുന്ന സമയത്ത്, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു എന്നരളി ചെയ്തുകൊണ്ട് മനുഷ്യരോടുള്ള അനന്തമായ ദയവും കാരുണ്യവും കാണിച്ച ഈശോയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ രഹസ്യം പോകുന്നത്. അതുപോലെ തന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയം എന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യം ചൊല്ലും. അതിനുശേഷം 10 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം മറിയത്തിൻ്റെ മാതൃമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്താക്കണമേ. അങ്ങനെ 3-ാം രഹസ്യം ചൊല്ലുന്നു. ഇതുപോലെ തന്നെ അങ്ങനെ ഫുള്ള് ഫിനിഷ് ചെയ്ത് 5-ാം രഹസ്യം വരെ നമ്മൾ ചൊല്ലുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് തുടങ്ങുകയാണ് 5-ാം രഹസ്യത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു കാഴ്ചവെപ്പാണ്. ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ, ഈശോ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ, അമലോത്ഭവം അറിയത്തിൻ്റെ കരയില്ലാത്ത ദിവ്യഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ലുത്തിനിയിലേക്കാണ്. നമുക്കൊന്നെങ്കിൽ ലുത്തിനിയ പാട്ടായിട്ട് പാടാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലുത്തിനിയ പ്രാർത്ഥനയായിട്ട് ചൊല്ലാം. കർത്താവ് അനുഗ്രഹിക്കണമേ, കർത്താവ് അനുഗ്രഹിക്കണമേ, മിശിഹ അനുഗ്രഹിക്കണമേ എന്നുള്ള നമ്മൾ സാധാരണ കൊന്തയിൽ നമ്മൾ ചെല്ലുമ്പോഴുള്ള തിരുഹൃദയ ലുത്തിനിയ നമ്മളത് കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലുന്നത്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ പ്രാർത്ഥന തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് തിരുഹൃദയത്തോട് ഉള്ള പ്രതിഷ്ഠാ ജപമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന തിരുഹൃദയത്തിലുള്ള പ്രതിഷ്ഠാ ജപമാണ്. അതിങ്ങനെയാണ്: ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തിൻ്റെയും ഞങ്ങളെ ഓരോരുത്തരുടെയും ഞങ്ങൾ അങ്ങേ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവാകണമേ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞ് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈശോയുടെ തിരുഹൃദയ ജപമാല. പ്രത്യേകം ഓർക്കുക, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയ ജപമാല.
നിങ്ങൾക്ക് സമയം ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന തുടർന്നു. അതല്ല പുതിയതായിട്ട് നമ്മൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഈ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ഈ ബുക്കിലുണ്ട് ഈ പ്രാർത്ഥന, സെഹ്യോൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ഈ ഒരു പ്രാർത്ഥന വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് ഇതിൻ്റെ പടം എടുക്കുന്നതിന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് തിരുഹൃദയ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. വളരെ അനുഭവമുള്ളൊരു പ്രാർത്ഥനയാണ്. മറക്കാതെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനയിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.